ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനുണ്ടല്ലേ ഇന്ന് ചെറുതായിട്ടുണ്ടല്ലേ ചെറിയ ജണ്ട് കറി വെച്ചിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നത്. കറി എല്ലാവരും വെക്കുന്നത് തന്നെ അതിന് ഞാനിതൊരു വെറൈറ്റി ആയിട്ട് ഒരു ബീട്രൂട്ട് കറി വെക്കുന്നത്. കുറച്ച് വെക്കുന്നത് വെച്ചില്ലെങ്കിൽ രണ്ട് പിള്ളേർക്ക് മാത്രമല്ല ഉള്ളത്. അങ്ങനെ ഞാനും പിള്ളേർ മാത്രം ഉള്ളതുകൊണ്ട് ഒരു ബീട്രൂട്ടിനുണ്ടല്ലേ എല്ലാം മിക്സ് ആക്കിയിട്ട് കുഴച്ചിട്ടുണ്ടല്ലേ. പിന്നെ ഒരു ഒഗരണ വെച്ചാൽ മതി കുക്കറിൽ. സിമ്പിളൊക്കെ നമുക്കത് ആക്കിയിട്ടെടുക്കാനുണ്ടല്ലോ ഈസി ആയിട്ടുള്ള കറി. ഇനി കുറച്ച് തേങ്ങ എണ്ണ പേത്തി കുറച്ച് കടുവിട്ട് അതിലേക്ക് ഒരു നല്ല ഉണക്കമുളകും കട്ടാക്കിയിട്ട് പിന്നെ ഉണ്ടല്ലോ ഇതിനിട്ടിട്ട് കുറച്ച് മിക്സ് ആക്കിയിട്ടുണ്ടല്ലേ കുക്കർ അടിച്ചിട്ട് 2 വിസിലായാൽ മതി. തണ്ണിയൊന്നും വെത്തണ്ട, അങ്ങനെ വെച്ചാൽ മതി. സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമുക്കുണ്ടല്ലോ കഞ്ഞിക്കെല്ലാം ഉച്ചക്ക് നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ ബീട്രൂട്ടിൻ്റെ വറുത്തക്കറി വെക്കുക. ഇതേപോലെ ആക്കിയിട്ട് ഒരിക്കൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടല്ലോ ഈ വീഡിയോ ഞാൻ എങ്ങനെ ആക്കിനെ അതേപോലെ ആക്കിയിട്ട് നിങ്ങൾ നോക്കണം എടുക്കുക. അത്രയ്ക്ക് ടേസ്റ്റ് എടുക്കും ഇങ്ങനത്തെ കറി ആക്കിയെങ്കിൽ. നമുക്ക് വെജിറ്റബിൾസ് എല്ലാം ഞങ്ങൾക്ക് ഒരു സിമ്പിളായിട്ട് കാണുന്നത് ആയെങ്കിൽ അത് എങ്ങനെ നമ്മൾ അതിനെ വെക്കുന്ന പോലെ വെച്ചുകൊണ്ടല്ല അത് സൂപ്പറാണ് മാത്രം. പിന്നെ ഉണ്ടല്ലോ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കുറച്ചുണ്ടല്ലോ സ്റ്റോറി ഇങ്ങനെ ചെല്ലിട്ട് ഞാൻ നിങ്ങളുടെ ഷെയർ ആക്കൊണ്ട് ചെല്ലിയിട്ട് എൻ്റെ മനസ്സിലിങ്ങനെ നിരിച്ചോണ്ടുള്ള എൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട് ഈ മുന്നേ. അത് 3 കൊല്ലം കുറേ കഷ്ടപ്പെട്ടിട്ട് ഞാൻ ആക്കിയത്. അത് ഞാൻ കന്നഡത്തിൽ വായിച്ചിട്ടുണ്ട് അങ്ങനെ അപ്പോൾ അത് കന്നഡത്തിൽ വായിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് മുന്നേ പോയിട്ടില്ല. സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർ 1000 സബ്സ്ക്രൈബ് ആയിന് അങ്ങ് വാച്ച് അവേഴ്സ് ആയിട്ടില്ല. കന്നഡത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. എനിക്ക് അത്രയ്ക്ക് ശരിയാണെന്നില്ല. കുറച്ച് കേരളവും കുറച്ച് കർണാടകവും എല്ലാം മിക്സ്, കാസർഗോഡ് മാംഗ്ലൂർ മിക്സ് ആയതുകൊണ്ടുണ്ടല്ലോ എൻ്റെ ഭാഷ അത്രയ്ക്ക് കന്നഡ ശരി എനിക്ക് മുണ്ടാൻ നേരാന്നില്ല. അതുകൊണ്ടിട്ട് ഞാൻ അതിനെ അങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ. ഞാൻ വേറെ തന്നെ പുതിയ യൂട്യൂബ് ചാനൽ പുതിയ അക്കൗണ്ട് തന്നെ ഓപ്പൺ ആക്കിയത്. അങ്ങനെ എൻ്റെ വിശേഷം ചെല്ലെങ്കിൽ നിങ്ങൾ തല തിരിഞ്ഞിട്ട് ബീവര് അങ്ങനെല്ലാം ഉണ്ട്. എൻ്റെ 13 വയസ്സ് കയ്യും വന്ന മംഗല കഴിഞ്ഞിനി. അപ്പത്തോടെ തൊട്ട് കഷ്ടപ്പാടെല്ലാം ചെല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇവിടത്തോളം എത്തി. അൽഹംദുലില്ലാ ഇങ്ങനെ പോകുന്നു ഇൻഷാ അല്ലാഹ്. ഇതിന് മുന്നേക്കും ഇങ്ങനെ ചന്തത്തിൽ കയ്യണം ചെല്ലുന്ന ആഗ്രഹമുണ്ട്. പിന്നെ ഉണ്ടല്ലേ കുറേ നിങ്ങളെല്ലാം ഷെയർ അക്കൗണ്ട് ചെല്ലിട്ട് എൻ്റെ മനസ്സിലുണ്ട് ആയെങ്കിൽ എനിക്കത് എങ്ങനെ ചെല്ലോണോ ചെല്ലിട്ടാന്നല്ല അത്രക്കും ബേജാറിന് ബിസിയുണ്ട് എന്താക്കുന്നേ. അപ്പോൾ ഉണ്ടല്ലേ ഞാൻ നോക്കി എൻ്റെ ബീട്രൂട്ടിന് കറിയായി. ഇപ്പോൾ ഉണ്ടല്ലേ 2-3 ടൊമാറ്റോ എടുത്തന്നെ ഞാൻ നല്ല 2 അയിലെന്നെ മുളക് കസിയാക്കാൻ ചെല്ലിട്ടുള്ള ബീട്രൂട്ട് കറിക്ക്. അതും സിമ്പിളായിട്ട് ആക്കുന്നത്. നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം എത്ര ഈസിയിലാക്കുന്നത് ചെല്ലിട്ട്. ഗ്രൈൻഡറിൽ മുളക് അരക്കാനിട്ടിട്ടുണ്ട്. ഞാൻ എല്ലാം എടുത്തിട്ട് വെച്ച് അപ്പോൾ കല്ല് കയറ്റി അതിൻ്റെ മുളകിൻ്റെ തണ്ണിയും എടുത്തിട്ട് വെച്ച് ഞാൻ 3 ടൊമാറ്റോക്ക് ഒരു നീരുള്ളി ഇട്ടിട്ട് 2 അയിലെന്നെ മുളക് കസിയാക്കുന്നത്. കുറേ നോക്കുന്നില്ല. അപ്പോൾ മോന്തിക്ക് ഇത് ഉച്ചക്കൊക്കെ മാത്രം ഞാൻ റെഡിയാക്കുന്നത്. ഞാനും മോനും മാത്രമേ ഉള്ളൂ ഉച്ചക്ക്. പിന്നെ അസറാകുമ്പോൾ മോളും വരുന്നു ഡ്യൂട്ടി കഴിഞ്ഞിട്ട്. മോൾ ഡ്യൂട്ടിക്ക് വന്ന് അങ്ങനെ പിന്നെന്ത് ചെല്ലാൻ കൊണ്ടല്ലേ കുറേ ബിസിയാ. നിങ്ങൾ ചെല്ലണോ ആയിട്ട് മനസ്സിലിങ്ങനെ ആഗ്രഹമുണ്ട്. പക്ഷേ ഇതേ വീഡിയോയിൽ ഇങ്ങനെ ചെല്ലിക്കൊണ്ട് ഞാൻ പോകുന്നില്ല. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിലെല്ലാം എൻ്റെ ബിസിയെല്ലാം നിങ്ങൾക്ക് ഞാൻ ചെല്ലുന്നത്. എൻ്റെ 13 വയസ്സ് തൊട്ട് ഇതുവരെക്കും എൻ്റെ മക്ക വലുതായി. എൻ്റെ കുറേ കഷ്ടപ്പാട് അങ്ങനെല്ലാം കഴിഞ്ഞിട്ട് അള്ളാഹ് മാപ്പിളിൻ്റെ പേരെല്ലാത്ത ബിസിയെല്ലാം ചെല്ലാൻ കൊണ്ടല്ലേ അത് എല്ലാ പെണ്ണുങ്ങൾക്കുള്ള തന്നെ ആയെങ്കിൽ ഞാൻ ഒന്ന് ചെന്ന് ചെറിയ വയസ്സിൽ മങ്ങലാകുന്നതുണ്ടല്ലേ ആർക്കും ഇതാവണ്ട ചെല്ലെങ്കിൽ ആരും ചെറിയ വയസ്സിൽ മംഗലവന് ഒത്തുണ്ട. എന്തെങ്കിലും ബുദ്ധിയായിട്ട് ഒരു 20 വയസ്സെല്ലാം കഴിഞ്ഞിട്ട് സ്വന്തം കാലിൽ നിൽക്കുന്ന ആ മാതിരിക്കായ പിന്നെ നിങ്ങൾ മംഗലം കഴിയാൻ ഒത്താൽ മതി. ഏത് പെൺപിള്ളേർക്കായെങ്കിലും ഞാൻ ചെന്നാൽ എൻ്റെ ഒരു ഈനെ വെച്ചിട്ട് ഞാൻ ചെല്ലുകൊണ്ടുള്ള പിന്നെ എന്ത് ചെല്ലിട്ട് ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിലെല്ലാം സ്റ്റോറി ഞാൻ ചെല്ലാം. അപ്പം എനിക്ക് പെട്ടെന്ന് അങ്ങനെ ചെല്ലാനും ആകുന്നില്ല. യൂട്യൂബ് ചാനൽ ഞാൻ 3 കൊല്ലമായി. 3 കൊല്ലത്തിൽ യൂട്യൂബ് ചാനൽ ആയിക്കൊണ്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് എന്തോ ആയിട്ടില്ല. അത് അങ്ങനെ എൻ്റെ ഭാഷയിലെ വീഡിയോ ഇടാൻ വെച്ചിട്ട് ഞാനിങ്ങനെ എൻ്റെ ഭാഷയിൽ തന്നെ വീഡിയോ ആക്കിയത്. ഇൻഷാ അല്ലാഹ് ഞാൻ ചെറിയ ബിസിനസ്സും പേരിൽ ഇങ്ങനെ ആയിക്കൊണ്ടുള്ള. അല്ലെങ്കിൽ എനിക്ക് പിള്ളേർ ഡ്യൂട്ടിക്ക് പോയിട്ടാകും പിന്നെ ഞാൻ മാത്രം ഒറ്റക്കാന്ന്. അപ്പോൾ എനിക്ക് ബോറടിക്കുന്ന പേരിൽ എന്തെങ്കിലും ഒന്ന് ആക്കാൻ ചെല്ലും. പിന്നെ യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ അതെനിക്ക് എന്തോ ഇങ്ങനെ മുണ്ടിയിട്ട് ഇങ്ങനെ ടൈം പാസ്സാകുന്നു നല്ലൊരു അതൊരു മനസ്സൊക്കെ എന്തോ ഒരു സന്തോഷമുള്ളൊരു ബിസിനസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ മാപ്പിള ഭയങ്കര കിരിക്കിരി ആക്കുന്ന യൂട്യൂബ് ചാനൽ ആക്കണ്ട അതിന് ഡിലീറ്റ് ആക്കുക ഇങ്ങനെ എന്തെല്ലാം കിരിക്കിരി ഉണ്ടോ ആയെങ്കിലും എൻ്റെ ഫുൾ സപ്പോർട്ടാക്കുന്ന നമുക്ക് നീ യൂട്യൂബ് ചാനൽ ആക്കി ചെല്ലിയിട്ട്. അപ്പോൾ ഞാൻ കന്നഡത്തിൻ്റെ വായിസ് ഇടുന്ന അങ്ങനെ നിർത്തി മലയാളത്തിൽ എൻ്റെ ഭാഷയിൽ തന്നെ വായിസ് ഇടാൻ ചെല്ലിയിട്ടുണ്ടല്ലോ. ഞാൻ ഇതൊരു പുതിയ യൂട്യൂബ് ചാനലാക്കി നിങ്ങളെല്ലാവരും സപ്പോർട്ട് കിട്ടുമോ ചെല്ലിട്ട് എൻ്റെ മനസ്സിലൊരു ഇതുണ്ട് ധൈര്യത്തിന് മീത്ത് ഞാനൊരു എൻ്റെ ഭാഷയിൽ തന്നെ ഇട്ടിട്ട് വായിച്ചിട്ടിട്ട് ഞാനിപ്പോൾ ഇത് തുടങ്ങിയത്. ഇൻഷാ അല്ലാഹ് മുന്നൊക്കെ ചെന്നൊരു കരുത്തണക്കുണ്ടോ. അപ്പോൾ അതെന്തായാലും നമ്മളെ നീയത്ത് അങ്ങനെ അതുപോലെ ഉണ്ടാവും അല്ലേ. തവക്കൽ അല്ലാഹ് അല്ലല്ലേ വലുത്. ഇത് ലാസ്റ്റ് ഉണ്ടല്ലേ ഒരു കുക്കർ ഞാൻ ക്ലീൻ ആക്കുന്ന കാണിക്കുന്ന എനിക്ക്
നല്ലോണം കരിഞ്ഞിട്ട് പോയി കുക്കറിനുണ്ടല്ലേ കുറച്ച് വിനീഗറും ഉണ്ടല്ലേ കുറച്ച് നമ്മൾ പാത്രം തുറക്കുന്ന വിമ്മിട്ടിട്ട് നല്ലോണം തിളപ്പിച്ചെടുത്തിട്ടുണ്ടല്ലേ തിളപ്പിച്ചിട്ടാകുമ്പോൾ തന്നെ അതെല്ലാം ഇളയിട്ട് പോയി എത്ര വലിയ അടുക്കി പിടിച്ചോ അത് ഇളയിട്ട് പോന്നു. പിന്നെ ഉണ്ടല്ലോ ഒരിക്കൽ ഞാൻ ചേരിട്ടിട്ട് ഇങ്ങനെ അപ്പുറം ഇപ്പുറം ആക്കിയിട്ടാകുമ്പോൾ ഫുള്ള് ക്ലിയറായിട്ട് അത് പോന്നു. അത് നിങ്ങൾ നോക്കി അങ്ങനെ പളുങ്ങുന്നു. പിന്നെ നിങ്ങളിൽ വിനീഗർ ഇല്ലെങ്കിൽ കുറച്ച് സോഡപ്പൊടിയും പാത്രം കവുന്ന വിമ്മുണ്ടല്ലേ ലിക്വിഡ് അതും കുറച്ച് ഇട്ടിട്ട് തണ്ണിക്ക് ഇട്ടിട്ട് തിളപ്പിച്ചാൽ മതി. ക്ലിയറായിട്ട് നല്ല കയ്യിലൊന്നും കുറേ ഭംഗം വരണ്ട, എളുപ്പത്തിൽ ക്ലീൻ ആക്കാനാണ്. പിന്നെ ഇന്നത്തെ വീഡിയോ ഇവിടെ ഞാൻ നിൽപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇനിയൊരു വീഡിയോ നാളെ കാണുന്നത് വരേക്കും ബൈ ബൈ അസ്സലാമു അലൈക്കും. എന്തായാലും എൻ്റെ പുതിയ വീഡിയോക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ആക്കാനും മറക്കണ്ട. ഓക്കെ ഗൈസ്, ബൈ.